Hello everyone, welcome back to a new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ കേസ് സ്റ്റഡിയാണ് പറയാൻ പോകുന്നത്. 2 മാസം നമ്മൾ ഇവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്തു. അപ്പോൾ ഈ 2 മാസത്തിന് ശേഷം എത്രത്തോളം ഇവരുടെ അക്കൗണ്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ദുബായിൽ വിൽക്കുന്ന ഒരു ആമസോൺ സെല്ലറാണ്. അവരുടെ പ്രൊഡക്ട്സ് അവർ ദുബായിലാണ് സെല്ല് ചെയ്യണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആമസോണിൽ വിൽക്കുന്ന ആൾക്കാരും അതേപോലെ ഇനി വിൽക്കാൻ പോകുന്ന ആൾക്കാരും ഒരു സംശയമാണ് എങ്ങനെയാണ് ദുബായിൽ വിൽക്കുക, അതേപോലെ നമ്മൾ പ്രൊഡക്ട്സ് ആമസോണിൽ വിൽക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ആമസോൺ ദുബായിൽ അതായത് amazon.aeയിൽ വിൽക്കുന്ന ഒരു സെല്ലറിൻ്റെ പെർഫോമൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 മാസം നമ്മൾ അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്തു. എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആണ്, എത്രത്തോളം പെർഫോമൻസാണ് അവരെ അക്കൗണ്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സെല്ലറിൻ്റെ പേര് എന്ന് പറയുന്നത് കറൻറ്റ് മാർട്ടാണ്. അതിൻ്റെ ഒരു ആമസോൺ റിപ്പോർട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് അവരുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഏത് മാസം മുതലാണ് ഇവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പോയത് എന്നുള്ളത്. ഇപ്പോൾ 26/9/2023 മുതൽ 28/11/2023 വരെയാണ് നമ്മൾ ഇവരുടെ സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ നമുക്കിവിടെ കാണാൻ പറ്റും ടോട്ടൽ റവന്യൂ ജനറേറ്റഡ്, അതായത് ബിഫോറും അതായത് ആഫ്റ്ററും. ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ അവരുടെ ആമസോണിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ഈ 2 മാസം കൊണ്ട് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആക്കി എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ആഫ്റ്ററിൽ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും ബിഫോറും ഉണ്ട് അതേപോലെ ആഫ്റ്ററും ഉണ്ട്. ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്ലയൻസിനും നമ്മൾ റിപ്പോർട്ടാക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കാം അവരുടെ സർവീസ് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ക്ലയൻറ്റിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ 2 മാസം കൊണ്ട് അവർ എത്രത്തോളം റിസൾട്ട് നമ്മൾ അക്കൗണ്ടിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ അക്കൗണ്ടിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതായത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ടായിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ റിപ്പോർട്ടാണ് ഇതിൽ പറഞ്ഞ പോലെ ടോട്ടൽ റവന്യൂ ആണ്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെല്ലർ അക്കൗണ്ടിൽ 2 മാസത്തിൽ ഏറ്റവും കൂടുതൽ മാക്സിമം സെയിൽ വന്നത് എത്രയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബിഫോറിൽ എടുത്ത് നോക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഒരു ക്ലയൻറ്റ് തരുന്നതിൻ്റെ മുന്നേ 2 മാസത്തെ മുന്നുള്ളത്, അതായത് 25/7/2023 മുതൽ 25/10/2023 വരെയുള്ള, അതായത് 2 മാസം ജോയിൻ ചെയ്യുന്നതിന് മുന്നത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 80,000 AED ആയിരുന്നു അവരുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ. അതായത് 805 ഓർഡേഴ്സ് ആയിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 26/9/2023 മുതൽ 28/11/2023, അതായത് 2 മാസം നമ്മൾ അതിനുശേഷം നമ്മൾ മാനേജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2 മാസം കൊണ്ട് എന്ത് ചെയ്തു, 1,16,984 രൂപയുടെ സെയിൽസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതേപോലെ 805 ഓർഡേഴ്സ് ഉള്ളത് 1,163 ഓർഡേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. നമ്മളിവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ബിഫോറിൽ ടോട്ടൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞത് 805 ആണ്. അത് നമ്മൾ ആഫ്റ്ററിലായപ്പോൾ 1,163 ആയി. അതേപോലെ 80,000 സെയിൽസ് ഉള്ളത് 80,000 ചില്ലം സെയിൽസ് ഉള്ളത് 1,16,000 സംതിങ് സെയിൽസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 45% ഗ്രോത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അതേപോലെ നമുക്ക് ക്യാമ്പയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്യാമ്പയിനിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്യാമ്പയിൻ നമുക്ക് ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ക്യാമ്പയിൻ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഓഡിയൻസിനെ വേണം ടാർഗറ്റ് ചെയ്യാൻ. വളരെ നല്ല കീവേഡ്സുകൾ വെച്ചിട്ട് വേണം നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിച്ചിട്ട് പറയും എനിക്ക് ഒരുപാട് സ്പെൻഡ് വരുന്നുണ്ട് പക്ഷേ സെയിൽസ് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ സ്പെൻഡ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു വാട്ടർ ബോട്ടിലാണ് വിൽക്കുന്നത്, വെള്ളക്കുപ്പിയാണ് വിൽക്കണമെന്ന് വിചാരിക്കുക. ആ വെള്ളക്കുപ്പി സ്റ്റീൽ കൊണ്ടുള്ളതാണ്. അപ്പോൾ സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് നമ്മൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം കീവേഡ്സുകൾ നമ്മൾ അതിലേക്ക് വെച്ച് ക്യാമ്പയിൻ ചെയ്യാം. നേരെ മറിച്ച് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ എന്നുള്ളതൊരു കീവേഡും വെറും വാട്ടർ ബോട്ടിലുള്ളത് വേറൊരു കീവേഡാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, വെറും വാട്ടർ ബോട്ടിലാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ത് വാട്ടർ ബോട്ടിലാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ആമസോണിലൊരു ആൾ വാട്ടർ ബോട്ടിൽ നടിച്ചാൽ തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും കാണിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പ്രൊഡക്റ്റും ഉണ്ടാവും. മേ ബി അത് പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ സിലിക്കോൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം നമ്മളെ പ്രൊഡക്റ്റ് എന്ത് മെറ്റീരിയലാണെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിലിക്കോൺ വാട്ടർ ബോട്ടിലാണെങ്കിൽ സിലിക്കോൺ നടിക്കണം. അപ്പോൾ ആ ഒരു സ്പെസിഫിക് കീവേഡ് അടിച്ചാൽ മാത്രമേ നമ്മളെ പ്രൊഡക്റ്റ് വരാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി വരാം സ്റ്റീൽ വാട്ടർ ബോട്ടിലായിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സ്റ്റീലാണ് നമ്മൾ പ്രൊഡക്റ്റ്, പക്ഷേ വാട്ടർ ബോട്ടിൽ നടിക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചു, പക്ഷേ കസ്റ്റമറിന് വേണ്ടത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഇമേജ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കാം,
അവിടെ ചാൻസ് വളരെ കുറവാണ് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പ്ലാസ്റ്റിക്കാണ് വേണ്ടത്, സ്റ്റീലിൻ്റെ അല്ല. അപ്പോൾ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഒന്ന് മെച്ചൂർഡ് ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ലിസ്റ്റിങ്ങിലൊന്ന് വന്ന് പോയി നോക്കി, അത്രയേ ഉള്ളൂ. അവരത് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് അല്ല. ചിലപ്പോൾ അത് അവർക്ക് ബഡ്ജറ്റിൻ്റെ ഇഷ്യൂവിനുണ്ടാകും. കാരണം സ്റ്റീലാകുമ്പോൾ കമ്പാരിറ്റീവ് ടു അത് മെറ്റീരിയൽസ് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇമേജ് ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതേപോലെ ഇറങ്ങി. അപ്പോൾ നമുക്ക് അവിടെ സ്പെൻഡ് വന്നു, പക്ഷേ സെയിൽസ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുക, വാട്ടർ ബോട്ടിൽ ഉള്ളതിന് പകരം എന്താണ് നമ്മൾ പ്രൊഡക്റ്റ് ഉള്ളത്, ഇപ്പോൾ സ്റ്റീൽ കൊണ്ടുള്ളതാണെങ്കിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ മാത്രം കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ മേടിക്കാൻ താല്പര്യമുള്ള ഒരു കസ്റ്റമർ ആമസോണിൽ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൊഡക്റ്റ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ പർച്ചേസുള്ള ചാൻസ് വളരെയധികം കൂടുതലല്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും കുറഞ്ഞ സ്പെൻഡിൽ നമുക്ക് മാക്സിമം സെയിൽസ് കിട്ടും. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം നോക്കേണ്ടത്. രണ്ടാമത് നോക്കേണ്ടത് ബിഡ് സൈസാണ്. എപ്പോഴും നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്താൽ ഒരു 7 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യാം. 7 to 10 days ആണ് പറയുമെങ്കിലും അറ്റ്ലീസ്റ്റ് 7 ദിവസം വെയിറ്റ് ചെയ്യുക. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രത്തോളം ഇംപ്രഷൻസ് വരുന്നുണ്ടെന്ന് നോക്കുക. ഇംപ്രഷൻസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീക്ക്ലി എല്ലാ ക്യാമ്പയിൻസും ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക, 1 രൂപയിലാണ് നമ്മൾ എന്ത് ചെയ്ത് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 രൂപ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക. അതിനിപ്പോൾ ഇംപ്രഷൻസ് കുറവാണെങ്കിൽ വീണ്ടും 3 രൂപ ആക്കുക. അങ്ങനെ ബിഡ് കൂട്ടി കൊണ്ടുവരും. ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഇംപ്രഷൻസ് വളരെയധികം വരാൻ തുടങ്ങും. അതേപോലെ നമുക്ക് സെയിൽസും വരാൻ തുടങ്ങും. അപ്പോൾ അത് സ്റ്റേബിൾ ആക്കിയിട്ട് പുതിയ കീവേഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ട്രൈ ചെയ്യുക, ഏത് കീവേഡ്സിനാണ് കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു വീഡിയോ, ഈ ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇവരിതിൻ്റെ മുന്നേ ക്യാമ്പയിൻ തീരെ ചെയ്തിട്ടില്ല. സാധാരണ നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സക്സസ്ഫുൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇനി പ്രൊഡക്റ്റ് ആമസോണിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ സക്സസ്ഫുൾ പ്രൊഡക്റ്റിനെ റിസർച്ച് ചെയ്യുക, അതേപോലെ എങ്ങനെയാണ് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവരിതിൻ്റെ മുന്നേ ക്യാമ്പയിൻ ചെയ്തിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ഇവരുടെ അക്കൗണ്ടിൽ ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും, പ്രീവിയസ് ഡാറ്റ 0 ആണ്, അതായത് നോ ഡാറ്റ ആണുള്ളത്. ഇവർ ക്യാമ്പയിൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ഡാറ്റയും ഇല്ല. അതിനുശേഷം ആഫ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 1518 AED ആണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അതേപോലെ എത്രത്തോളം ഇംപ്രഷൻസ് വന്നിട്ടുണ്ട്, കോസ്റ്റ് എത്രയാണ്, അതേപോലെ സെയിൽസ് എത്ര വന്നു എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബിഫോറിൽ നമ്മൾ ഒരു സ്പെൻഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആഫ്റ്ററിൽ നോക്കുകയാണെങ്കിൽ 1518 AED നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോൾ 25406 രൂപയുടെ AED സെയിൽസ് വന്നിട്ടുണ്ട്. അതേപോലെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5.98% ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ എബവ് 50% ആയിരിക്കും. ഒരു സക്സസ്ഫുൾ ക്യാമ്പയിൻ എന്ന് പറയുകയാണെങ്കിൽ ബിലോ 20% ആയിരിക്കണം. 20%ൻ്റെ 20% താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ക്യാമ്പയിന് വളരെ സക്സസ്ഫുൾ ആണ്, നല്ല ക്യാമ്പയിൻ ആണെന്നാണ്. അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 10 to 20% ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 5.98%, അതായത് 6% താഴെയാണ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റിന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ക്യാമ്പയിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഫാക്ടർ ചെയ്യുന്നുണ്ട്. ക്യാമ്പയിന് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലിസ്റ്റിംഗ് മെച്ചോർഡ് ആണോ നോക്കണം. ഈ ഒരു മെച്ചോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഒരു ടൈറ്റിൽ എത്ര കീവേഡ്സ് വേണം, അതേപോലെ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ എത്ര കീവേഡ്സ് വേണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നത്തെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ റെഫർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് ക്യാമ്പയിനിൽ നമുക്ക് കൂടുതൽ സക്സസ് റേഷ്യോ കിട്ടുക. അത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പയിനിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ക്യാമ്പയിനിങ്ങിൽ നമുക്ക് നല്ല സെയിൽസ് വന്നിട്ടുണ്ട്. 25406 ദിർഹംസിൻ്റെ സെയിൽസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആകെ സ്പെൻഡ് ചെയ്തത് 1500 സംതിങ് ആണ് ദിർഹംസാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇനി നമ്മൾ ഓവറോൾ അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് ഒരു 10-20 ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ എല്ലാ ലിസ്റ്റിങ്ങും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷനാണ്. ടൈറ്റിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് കൂടുതൽ കീവേഡ്സ് ആഡ് ചെയ്യുക, അതേപോലെ ബുള്ളറ്റ് പോയിൻറ്റ്സ് കുറവുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. അതേപോലെ ലിസ്റ്റിംഗ് ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റിംഗ് ഇമേജ് അതിൻ്റെ സ്ട്രക്ചറിൽ അത് മോഡിഫൈ ചെയ്ത് റീഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ A+ കോണ്ടൻറ്റ് ഇല്ലാത്ത ലിസ്റ്റിങ്ങൾക്ക് A+ കോണ്ടൻറ്റ് വെച്ച് കൊടുക്കുക. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാതും നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാ ലിസ്റ്റിങ്ങും വളരെയധികം ഒപ്റ്റിമൈസ്ഡ് ആണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ റാങ്കിങ് കൂടും.
അതിന് BSR റാങ്ക് എന്ന് പറയാം. അപ്പോൾ BSR റാങ്ക് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓർഗാനിക് സെയിൽസ് കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ക്യാമ്പയിനിങ് ചെയ്തപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് സെയിൽസ് വരാൻ തുടങ്ങി. സെയിൽസ് വരുന്നതോട് കൂടി ആമസോൺ നമ്മളെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മുകളിലേക്ക് അതായത് റാങ്കിങ് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ റാങ്കിങ് കൂട്ടുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തുകയാണ്. അതിൽ നമുക്ക് ഒരുപാട് ഓർഗാനിക് സെയിൽസ് വരും. നമ്മളെ ഇൻക്രീസ് സെയിൽസ് നിയർ ടു 45%. അതായത് നമ്മൾ ഈ 2 മാസം കൊണ്ട് അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ തുടങ്ങിയിട്ട് 45% ഒരു ഗ്രോത്താണ് ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ക്യാമ്പയിൻ സെയിൽസ് 0 നിന്ന് 25,426 ദിർഹംസിലേക്ക് പോയി. അതേപോലെ ഓവറോൾ സെയിൽസ് 80,722 ദിർഹംസിൽ നിന്ന് 1,16,984 ദിർഹംസിൻ്റെ സെയിൽസിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതേപോലെ 805 ഓർഡേഴ്സ് ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്, അത് നമുക്ക് 1,163 ഓർഡേഴ്സ് ആക്കാൻ സാധിച്ചു. അതേപോലെ 5.98 acres. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമ്പയിൻ ചെയ്യുമ്പോൾ വളരെയധികം കുറഞ്ഞ സ്പെൻഡ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. സാധാരണ രീതിയിൽ 20% വരൽ, ഇവിടെ നമുക്ക് 3 ഇരട്ടി കുറവാണ്. 5.98% മാത്രമേ നമുക്ക് ഏക്കോസ് വന്നിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ക്യാമ്പയിൻ ചെയ്തപ്പോൾ 2,946 ആൾക്കാർ നമ്മൾ ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ 9 ലക്ഷത്തി സംതിങ് ഇംപ്രഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാ ലിസ്റ്റിങ്ങും നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ലിസ്റ്റിങ്ങിലെ ചില എറേഴ്സസ് വരും. ഇപ്പോൾ നമ്മൾ ആമസോണിൽ കറൻ്റ് സെല്ലർ ആണെങ്കിൽ അതിലറിയാൻ പറ്റും ലിസ്റ്റിംഗ് സ്റ്റാറ്റസിൻ്റെ അടിയിൽ ചിലപ്പോൾ സെർച്ച് സപ്രസ്ഡ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഇനാക്റ്റീവ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റാങ്കിങ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് കണ്ടുപിടിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ലിസ്റ്റിംഗ് വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആക്കിയിട്ട് കൊണ്ടുവരും. അതേപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് ക്യാമ്പയിൻ 6 times. ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 6 പ്രാവശ്യം ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 to 10 days, അതായത് ഒരാഴ്ച മുതൽ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ക്യാമ്പയിൻ നമ്മൾ നോക്കും എത്രത്തോളം പെർഫോമൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ചില കീവേഡ്സുകൾ പെർഫോമൻസ് കുറവായിരിക്കും. അപ്പോൾ ആ പെർഫോമൻസ് കുറഞ്ഞ കീവേഡുകൾ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് പുതിയ ക്യാമ്പയിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് അവരുടെ സെല്ലർ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ 1,544 ദിർഹംസാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. 25,422 രൂപയുടെ സെയിൽ വന്നിട്ടുണ്ട്. CPC എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ ക്ലിക്കാണ്. അതായത് ഒരു ക്ലിക്കിൽ 0.51 ദിർഹംസാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 3,016 ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒരുപാട് മെട്രിക്സുകൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എത്ര സ്പെൻഡ് ചെയ്തു, എത്രയാണ് സെയിൽസ്, എത്രയാണ് ഏക്കോസ്, എത്രയാണ് CPC, എത്രയാണ് ഇംപ്രഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളിവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാമ്പയിനുകൾ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ട്രാറ്റജികളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. പല സ്ട്രാറ്റജികളാണ്, പല രീതിയിലുള്ള സ്പോൺസർ ഡിസ്പ്ലേ ആൻഡ് ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ്, മാനുവൽ ടാർഗറ്റിംഗ്, അങ്ങനെ ഒരുപാട് ക്യാമ്പയിനുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മളെല്ലാ ക്യാമ്പയിനിങ്ങും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് ഒന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് വിലയിരുത്തും. ഏതൊക്കെ ക്യാമ്പയിനാണ് എത്രത്തോളം പെർഫോമൻസ് അവർ തരുന്നുണ്ടെന്ന് നോക്കും. പെർഫോമൻസ് തരാത്ത ക്യാമ്പയിനുകളുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ട് പുതിയ ക്യാമ്പയിനുകൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ഇംപ്രഷൻസ് കിട്ടാൻ തുടങ്ങും. കൂടുതൽ ഇംപ്രഷൻസ് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂടുതൽ സെയിൽസ് വരാൻ തുടങ്ങും. കൂടുതൽ സെയിൽസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അക്കൗണ്ടിന് അത് ഗ്രോത്ത് ആണ്. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട് നമ്മൾ മാനേജ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ ക്യാമ്പയിനിങ് പരമായിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് പരമായിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അഡ്രസ്സ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.